മുംബൈ യാത്രയിൽ എൻ്റെ ആദ്യത്തെ ദിവസം തുടങ്ങുന്നത് ബാന്ദ്ര ലോക്കൽ സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്ത ആ സിറ്റിയുടെ ഒരു എനർജി ആയിരുന്നു. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ട്രെയിനുകൾ പോകുന്നു, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഇടയിൽ ഒരു റിതമുണ്ട്. ആ റിതം നമ്മളെ ഈ സിറ്റിയായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ലോക്കൽ ട്രെയിനൊക്കെ കയറി ഇങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിൽ ജനലിൽ കൂടി നോക്കുമ്പോൾ മുംബൈ തെരുവുകളും ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പം ഒരുപാട് സ്വപ്നങ്ങളായിട്ട് പോകുന്ന മനുഷ്യന്മാരും ഒക്കെ ഒരു രസമായിരുന്നു. അവിടുന്ന് ഒരു ക്യാബ് എടുത്ത് നേരെ പോയത് ഗൂസ് ആൻഡ് ഗ്രിഡ് ഐറൺ എന്ന് പറയുന്ന ഒരു കഫേയിലേക്കാണ്. തിരക്കുകൾക്കിടയിൽ എസ്തറ്റിക് ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം. വീണ്ടും അവിടുന്ന് ഒരു ക്യാബ് എടുത്ത് പിന്നെ പോയത് നമ്മുടെ സ്വന്തം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കായിരുന്നു. 1913 to 1924 എനിക്ക് തോന്നുന്നു ഒരു 11 വർഷം എടുത്തിട്ടാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി കഴിപ്പിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്വന്തം താജ് ഹോട്ടൽ മുംബൈ ഉള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലക്ഷറി ഹോട്ടലാണ് താജ് ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കാണാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഛത്രപതി ശിവജി മഹാരാജ വാസ്തു മ്യൂസിയത്തിലേക്കാണ്. ഒരുപാട് ഹിസ്റ്ററിയും പഴയ കഥകളും ഒക്കെ ഉറങ്ങി കിടക്കുന്ന ഒരു കിഡിലൻ മ്യൂസിയമാണ്. ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ മ്യൂസിയം എന്ന് പറയുന്നത്. ഭയങ്കര രസമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. അതിനുശേഷം മുംബൈയുടെ സ്വന്തം ഹാർട്ട് ആൻഡ് സോൾ ആയിട്ടുള്ള മറൈൻ ഡ്രൈവിൽ പോയി കുറച്ച് നേരം കാറ്റുകൊണ്ട് കുറച്ച് പീസ്ഫുൾ മൂവ്മെൻ്റ് എടുത്ത് ആ ദിവസം